ഏതാ പാട്ട്? എൻ പൂവേ പൊൻപൂവേ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണിത്. ഓക്കെ, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന പടത്തിൽ ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് ബിജു തിരുമല സാറാണ്. അതുപോലെ സംഗീതം കൊടുത്തിട്ടുള്ളത് ഇളയരാജ സാറാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് പഠിക്കാം. ഇത് കീരവാണി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഹമ്മിങ് നോക്കാം. ആദ്യം ഈ ഒരു ഹമ്മിങ് പഠിച്ചതിന് ശേഷം പല്ലവി, അനുപല്ലവി, ചരണം എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. ഓ എന്നെടുക്കുന്നത് കുറച്ച് ഹൈയിലാണ് എടുക്കുന്നത്. ഹൈ നോട്ടാണ്, ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. മനസ്സിലായോ? കേട്ടോ? ആ ഒരു ഫീല് കൊടുത്തിട്ട് വേണം നമ്മൾ പാടാന്. അതാണ് സംഭവം. ക്ലിയർ ആയോ? അത് നമ്മൾ 2 പ്രാവശ്യം പാടുന്നു. രണ്ടാമത് ഓ, എങ്ങനെയാ വരുന്നേ? വ്യത്യാസം വന്നല്ലേ? ഓ താഴേക്കാണ് പിന്നെ വരുന്നത്. ആ ലാസ്റ്റ് സ്വരം താഴേക്ക് വരുന്നുണ്ട്. ഓ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സ്വരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളെ ശബ്ദം താഴേക്ക് കൊണ്ടുവരണം അവിടെ. ഓക്കെ, പിന്നെയാണ് നമ്മൾ വീണ്ടും ഹൈയിലേക്ക് പോകുന്നത്. അവിടെ വരുമ്പോൾ നോട്ട് ഹൈയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ഹമ്മിങ്ങും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പല്ലവി, അനുപല്ലവി, ചരണം ആ ഒരു രീതിയിൽ പഠിച്ചു പോവാം. പിന്നെ നമ്മൾ പാട്ട് പാടുന്നവരെ സംബന്ധിച്ച് നമ്മൾ പാടുന്ന പാട്ടുകൾ മറ്റുള്ളവർ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലേ? അവർക്ക് മനസ്സിന് സന്തോഷം നൽകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ നന്നായി പാട്ട് പഠിക്കുക, നല്ല സ്റ്റേജുകളിലൊക്കെ പാടുക, ആളുകളെ സന്തോഷിപ്പിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. വലിയവർക്കും വളരെ ഇഷ്ടമാണ്. പക്ഷേ ചെറിയ കുട്ടികൾ ഒരുപാട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വെക്കേഷനിലൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാത്, സ്കൂളിലായാലും അതുപോലെ നമ്മുടെ നാട്ടിലായാലും ക്ലബിലെ പരിപാടിക്കും കല്യാണ പരിപാടിക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ഒരു ശോകമുഖം ആവും, പക്ഷേ എന്നാലും നല്ല രസമുള്ളൊരു പാട്ടാണ്. എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കും നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ. അതാണ് ഇങ്ങനെയുള്ള പാട്ടുകൾക്കുള്ളൊരു കഴിവാണത്. അപ്പോൾ ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മളിങ്ങനെ നമ്മളെ ഹൃദയത്തിൽ അങ്ങ് തട്ടും ആ പാട്ടുകൾ. അങ്ങനെയുള്ളൊരു പാട്ടാണിത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ഓരോ വരി വെച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നന്നായി ക്ഷമിച്ച് ഇരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത് കേട്ടോ. നോക്കിയേ, എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നും അവിടെ ഒരു മ്യൂസിക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ണിക്കണ്ണായെന്നും പിന്നെ അവിടെ മ്യൂസിക്കില്ല. ആദ്യം ഒരു ഉണ്ണിക്കണ്ണ എന്നും പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഇത് വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ണിക്കണ്ണ എന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ ഓ. ഇതാണ് പല്ലവി വരുന്നത്. അപ്പോൾ അത് ഓരോ വരി വെച്ച് നോക്കാം നമുക്ക്. നോക്കിയേ, എൻ പൂവേ എന്നാണ്. ഓക്കെ, നമ്മൾ പ്ലെയിൻ ആയിട്ട് പോകരുത്. എൻ പൂവേ പൂവേ എന്ന് അവിടെ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. എൻ പൂവേ, മനസ്സിലായോ? പൊൻപൂവേ അവിടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് പൂവേ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ,
എൻ പൂവേ പൊൻപൂവേ. അവിടെ പ്ലെയിൻ അല്ലല്ലോ, ഇവിടെ ചെറിയൊരു സംഗതി ഇല്ലേ, അത് ശ്രദ്ധിച്ച് പാടിയാൽ മതി. ആരീരാരം ആരീരാരം പൂവേ പൂ പൂവേ എന്നാണ്. ഓക്കെ, പൂ എന്നുള്ളത് അവിടെ ഒരു നോട്ടുണ്ട്, ശ്രദ്ധിക്കുക. പൂ പൂവേ എന്നാണ്. അടുത്ത വരി കനവും നീ. അതേപോലെ തന്നെ നീ എന്ന് പറയുന്ന സ്ഥലത്തും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, നോക്കിക്കേ. കനവും നീ നീ ആ, ഈ ഒരു സംഗതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കനവും നീ നിനവും നീ, അവിടെ ആ ഒരു ചെറിയൊരു സംഗതി ഉണ്ട്. നിനവും നീ ആ ആ, ആര് സംഗതി കൊടുക്കണം. കനവും നീ നിനവും നീ വായോ വായോ വാവേ വായോ വായോ. എന്തൊരു ലാളിത്യം തുളുമ്പുന്ന ഒരു പാട്ടാണ് അല്ലേ, നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടാണ്. അപ്പം ആ ഒരു ലാളിത്യം നമ്മളെ പാട്ടിൽ നമ്മൾ കൊടുക്കണം. അവിടെയാണ് നമ്മൾ പാടുമ്പോൾ ഈ ഒരു പാട്ട് ക്ലിയറായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ലാളിത്യം പരമാവധി നിങ്ങളെ പാട്ടിൽ ഉൾപ്പെടുത്തണം. വായോ വായോ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, നമ്മളത് കൂളായിട്ട് പാടുമ്പോൾ എങ്ങനെ വരും? വായോ വായോ വാവേ എന്ന് വരും. അതിന് നമ്മൾ കുറച്ചൊന്ന് ലാളിത്യം കൊടുത്ത് പാടുമ്പോൾ എങ്ങനെ വരും? വായോ വായോ വാവേ എന്ന് വരും. മനസ്സിലായോ? അത്രയും വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ ഫീൽ കൊടുത്തിട്ട് തന്നെ പാടണം. ഓക്കെ, പിന്നെ അടുത്ത വരി നോക്കിക്കേ. ഉണ്ണിക്കണ്ണായെന്നും, കണ്ടോ? ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണ എന്നെന്നും എന്നെന്നും വലിച്ചു കൊണ്ടുവരണം അവിടെ, എന്നെന്നും എന്നുള്ള ഭാഗം. ഉണ്ണിക്കണ്ണ എന്നെന്നും എന്ന് വലിച്ച് താഴ്ത്തു കൊണ്ടുവരണം. ഓക്കെ, നിന്നെ കൂടാതില്ല ഞാൻ. ഓക്കെ, നിന്നെ കൂടാതില്ല നിന്നെ കൂടാതില്ല ഞാൻ ദില്ല ഞാൻ ഞാൻ. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നൊരു പാട്ടാണ് അല്ലേ, മനസ്സിന് വല്ലാതെ അങ്ങോട്ട് വേദനപ്പെടുത്തുന്നൊരു പാട്ടാണത്. ഓക്കെ, എനിക്കറിയില്ല, അതിൻ്റെ സിറ്റുവേഷൻ നമുക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഫിലിം നിങ്ങൾ കാണുക, അല്ലെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ ഒരു രംഗം നിങ്ങൾ കാണുക, എന്നാലും നിങ്ങൾക്ക് കുറേ നല്ല ഫീലോട് കൂടിയിട്ട് പാടാൻ പറ്റും. ഓക്കെ, ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓക്കെ, കുഞ്ഞാവേ. അവിടെ ആ ഒരു എന്താ പറയുക, കുറച്ച് ഗമകങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സംഗതികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെ? വേ എന്നുള്ളടത്ത് കുഞ്ഞാവേ വേ. ഓ മപദസ മപദസ നിദ മഗരി സനി. ഓ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ. ഇങ്ങനെയാണ് വരുന്നത്. അതാണ് അതിൻ്റെ പല്ലവി. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് അനുപല്ലവി നോക്കാം. പൂവസന്തം പൊന്നുപോഷം പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമന്നിൽ നിനക്കു മൂടാൻ പുതപ്പുനിയാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനേ. എൻ പൂവേ പൊൻപൂവേ ആരീ
ശരി ഓരോ വരി വെച്ച് നോക്കാം നമുക്ക്. പൂവസന്തം എന്ന് കൊണ്ടുവന്നത് എങ്ങനെയാ നോക്കിയേ? പൂ പൂ എന്നാണ്. ആ വസന്തം എന്നുള്ളത് ന്തം എന്നുള്ളത് വലിച്ച് താഴോട്ട് കൊണ്ടുവരണം നമ്മൾ. അത്രയും കൊണ്ടുവരണം. ഓക്കെ. ആ ഷും എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് സംഗതികളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് എന്താ നോക്കിക്കേ? അത് വന്നിട്ട് ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അത്രയും സംഗതികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? പുലർക്കിനാവിൻ എന്നാണ് കൊണ്ടുവന്നത് കേട്ടോ. അവിടെ പുലർക്കിനാവിൻ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, തൂ എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ഓരോ നോട്ടുകൾ ഉള്ളത് നന്നായി ശ്രദ്ധിച്ച് പാടണം. ക്ലിയർ? ഇനി അടുത്ത വരി നോക്കിയേ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പാടി അതേപോലെ തന്നെ പാടണം. എന്നാണ് കേട്ടോ. നേരത്തെ നമ്മൾ സംഗതി പാടിയില്ലേ? അത് തന്നെ സെയിം സംഗതിയാണ് ഇവിടെ ഉള്ളത്. എന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത വരി നോക്കിക്കേ. അതായത് എന്ന് കൊണ്ടുവരണം കേട്ടോ അവിടെ. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ആ ഒരു ഫ്ലോയിൽ തന്നെ കൊണ്ടുപോകാനും നോക്കണം കേട്ടോ. അപ്പോഴേ ആ പാട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു സംഭവം നമ്മളെ കയ്യിലേക്ക് കിട്ടുള്ളൂ. ആ ഒരു ഫീലും ആ ഒരു സുഖവും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം പാടാൻ. നല്ല ഫ്ലോയിൽ പാടണം. എന്ന് കൊണ്ടുവരണം. അവിടെയൊക്കെ നല്ല ഹൈ നോട്ടാണ്, അവിടെ മുകളിലേക്ക് പോകുന്നുണ്ട് നമ്മളെ വോയിസ് കേട്ടോ. അപ്പോൾ അത്രയും ഹൈയിൽ നമ്മളെ വോയിസ് എത്തിക്കണം നമ്മൾ. ഓക്കെ, ഞാൻ സി ആണ് ശ്രുതി വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും പാടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം റേഞ്ചുള്ളൊരു പാട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ശ്രുതിയിൽ നിങ്ങൾ പാടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുവിധ പാട്ടുകളൊക്കെ പാടാൻ കിട്ടും. കാരണം നല്ല അത്യാവശ്യം ഹൈയിലേക്ക് ഈ പാട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വരി നോക്കാം നമുക്ക്. നീ പിറന്ന സമയം മുതൽ, അവിടെ നീ പിറന്ന സമയം മുതൽ എന്നാണ്. അവിടെ ഒരുപാട് സംഗതികളൊന്നുമില്ല, ആ ഫീൽ കൊടുത്തിട്ട് പാടിയാൽ മതി. നീ പിറന്ന സമയം മുതൽ. ഓക്കെ, ഞാൻ പിരിഞ്ഞ നിമിഷം, അവിടെ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ എന്നാണ്. അവിടെ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. ഓക്കെ, അടുത്തത് വരുന്നത്
എന്ന് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാമത് പാടുമ്പോൾ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, മനസ്സിലായോ? ഞാൻ പിരിഞ്ഞ നിമിഷം വരെ എന്നാണ്. ആ ഒരു നോട്ട് കറക്റ്റായിട്ട് വരണം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. ഓക്കെ. ഉല്ലാസം ഉല്ലാസം എന്നാണ്. ഉല്ലാസം ആനന്ദം. ഓക്കെ. ആ ഉല്ലാസം ആനന്ദമൊക്കെ നമ്മളെ വരികളിൽ ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരണം. ഉല്ലാസം ആനന്ദം കുഞ്ഞാനേ എന്നാണ്. ഉല്ലാസം ആനന്ദം കുഞ്ഞാനേ കുഞ്ഞാനേ. അങ്ങനെ വലിച്ച് കൊണ്ടുവരണം അവിടെ. ഓക്കെ. പിന്നെ നമ്മൾ പല്ലവിയിലേക്ക് പോകുന്നു. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, ഇങ്ങനെ പോകുന്നു. ഓക്കെ. ക്ലിയർ ആയോ അനുപല്ലവി? ഇനി നമുക്ക് എന്താണ് ചരണം നോക്കാം. മയിൽ കുരുന്നിൻ നീ വിതുമ്പും നോവിലെല്ലാം കുളിർ നിലാവായി ഞാൻ തലോടാം നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ കുഞ്ഞു മനമുരുകുകിൽ, നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ കുഞ്ഞു മനമുരുകുകിൽ. ആറ്റാനും മാറ്റാനും ഞാനില്ലേ എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ. കനവും നീ നിലവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും. ഇങ്ങനെ പോകും. ഓക്കെ. അപ്പം നമുക്ക് ഓരോ വരി വെച്ച് നോക്കാം. ഫസ്റ്റ് വരി നോക്കിക്കേ. ആ സിൻ എന്നുള്ളത് താഴേക്ക് വലിച്ചെടുക്കണം, നമ്മൾ മുകളിൽ പാടിയ പോലെ തന്നെ. ഓക്കെ. മുകളിൽ പാടിയ അതേ സംഗതി തന്നെയല്ലേ ഇവിടെയുള്ളത്. എന്നാണ്. ഓക്കെ. ഓക്കെ. എന്താണ് അടുത്ത വരി? മയിൽ കുരുന്നിൻ, അവിടെയും ആ ഒരു ഫ്ലോ കൊണ്ടുപോകണം. മയിൽ മയിൽ കുരുന്നിൻ എന്നാണ്. ഓക്കെ. മയിൽ കുരുന്നിൻ. പിന്നെന്താ? ഓക്കെ. പിന്നെ അടുത്ത വരി നോക്കിക്കേ. സെയിം അതേ ടൂൺ തന്നെയാണ്. ആ സംഗതി നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. എന്ന് ഓക്കെ. അടുത്ത വരി നോക്കൂ. കുളിർ നിലാവായി കുളിർ കുളിർ നിലാവായി വാ വാ എന്നാണ്. കുളിർ നിലാവായി. ഓക്കെ. ഞാൻ ഞാൻ എന്നാണ്. ഞാൻ തലോടാം
അപ്പം നമ്മൾ ഞാനൊക്കെ പറയുന്ന സമയത്ത് അവിടെ പ്ലെയിൻ അല്ല, അവിടെ ഒരു കുഞ്ഞു നോട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഞാൻ കണ്ടോ, അതൊക്കെ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത വരി, നിന്റെ പൂവലിമ നിന്റെ പൂവലിമ എന്നാണ്. നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ പൂവലിമ നനയുകിൽ, നനയുകിൽ എന്നാണ്. നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ കുഞ്ഞുമന മുരുകുകിൽ, മുരുകുകിൽ. അവിടുന്ന് ആ സംഗതി വ്യത്യാസം ഉണ്ട്, നോക്കിക്കേ. നിന്റെ പൂവലിമ നനയുകിൽ, നിന്റെ കുഞ്ഞുമന മുരുകുകിൽ എന്നാണ്. ഓക്കെ, മുരുകുകിൽ. ഫസ്റ്റ് അത് നനയുകിൽ എങ്ങനെയായിരുന്നു? നിന്റെ പൂവലിമ നനയുകിൽ, നനയുകിൽ എന്നാണ്. മുരുകുകിൽ രണ്ടാമത്തത്. മനസ്സിലായോ? ഇനി അത് രണ്ടാമത് പാടുമ്പോൾ നിന്റെ പൂവലിമ നനയുകിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നിന്റെ കുഞ്ഞുമന മുരുകുകിൽ എന്ന് പാടുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ വരികൾ. ഇനി ആറ്റാനും ആറ്റാനും ആ വാത്സല്യം അങ്ങ് നമുക്ക് ആ ഒരു പാട്ടിലങ്ങ് തുളുമ്പണം. ആറ്റാനും മാറ്റാനും എന്നാണ്. ആറ്റാനും മാറ്റാനും ഞാനില്ലേ. കണ്ടോ, ഞാനില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനില്ലേ അത് നമ്മൾ ഹൃദയത്തിൽ അങ്ങ് കയറണം, ആ ഒരു വേർഡ് പറയുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ. മനസ്സിലായോ? അപ്പം അത്രയും നല്ല ഫീല് നമ്മൾ അവിടെ കൊടുക്കണം. ഓക്കെ, ആറ്റാനും മാറ്റാനും ഞാനില്ലേ. കണ്ടോ, ശരിക്കും ആ ഫ്ലോ നമ്മളവിടെ കൊടുക്കണം കേട്ടോ. ഞാനില്ലേ എന്നാണ്. അത്രയും സ്ലോ ആക്കി പഠിക്കുക. ഓക്കെ, അപ്പം മനസ്സിലായോ? വീണ്ടും നമ്മൾ എന്ത് പാടുന്നു? പല്ലവി. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പാടി തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു പാട്ടാണ്, നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി. പിന്നെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല പഠിക്കാൻ. നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, പക്ഷെ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പാട്ടിന് പഠിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഹൈ നന്നായിട്ട് നിങ്ങൾ എടുക്കാൻ നോക്കണം, ഹൈ പിച്ചിലേക്ക് നിങ്ങളെ വോയിസ് നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കണം. അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ട് നന്നായി പ്രാക്ടീസും ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.